ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ സ്റ്റേക്കുട്ടൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഏകദേശം 4 മാസത്തോളമായി. അതേ നമ്മൾ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് 4 മാസത്തോളമായി. അപ്പോൾ ഇന്നാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ റെഗുലറായിട്ട് ഇനിയെങ്കിലും വീഡിയോ ഇടാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ 4 മാസം മുമ്പുള്ള കമൻറ്റ്സ് നോക്കിയാൽ കൂടി കാണാം, എല്ലാ വീഡിയോൻ്റെ താഴെയും കുറേ റിക്വസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓരോ ഹെയർ സ്റ്റൈൽസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഹെയർ കോമ്പിംഗ് ആണ്. അതായത് ഡീറ്റാംഗ്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഉള്ളൊരു ഹെയർ കോമ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. മുടി കെട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ടാങ്കിൾ ഉള്ളൊരു ഹെയർ ആണ് ഇപ്പോൾ കാണുന്നത്. അതായത് മുടി ജടയൊന്നും കളയാതെയുള്ളൊരു ഹെയർ ആണിപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. എണ്ണയോ അല്ലെങ്കിൽ സെറോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഡീറ്റാംഗ്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാനലിലെ വീഡിയോസ് കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, മുടി എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നാണ് ഡീറ്റാംഗ്ലിംഗ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ ക്ഷമയോടെ പതുക്കെ സാവധാനം വേണം നമ്മുടെ മുടീൻ്റെ ടാങ്കിൾസൊക്കെ കളയാനായിട്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഓയിലോ അല്ലെങ്കിൽ സെറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. അതായത് നന്നായിട്ട് ജട പിടിച്ച് കിടക്കുന്ന ഹെയർ എങ്ങനെയാണ് ഡീറ്റാംഗ്ലിംഗ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഹെയർ ഡീറ്റാംഗ്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണം. നമ്മളൊരു 4 മാസം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഹെയർ ഡീറ്റാംഗ്ലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഓരോ മുടിയിഴകളായിട്ട് വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് ഉള്ള മുടി ഫുള്ളായിട്ട് കൂട്ടി പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് എത്രയും കുറച്ചെടുക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഹെയർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഒരുപാട് മുടി എടുത്തിട്ട് ചീവിയിട്ട് ഡീറ്റാംഗ്ലിംഗ് ചെയ്യുമ്പോൾ കുറേ മുടി പൊട്ടിപ്പോവും. അപ്പം ഇങ്ങനെ കുറച്ച് മുടിയായിട്ട് അതൊന്ന് വേറെടുത്ത് എടുക്കുമ്പോൾ അധികം മുടി പൊട്ടാതെ തന്നെ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൂടുതലും ഡീറ്റാംഗ്ലിംഗ് ചെയ്തെടുക്കാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഏകദേശം 10-20 മിനിറ്റോളം എടുത്തു. അപ്പോൾ ഇതിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ മാക്സിമം പതുക്കെ വേണം ഓരോ കെട്ടും എടുക്കാനായിട്ട്. അതുപോലെ ഹെയർ ഡീറ്റാംഗ്ലിംഗ് ചെയ്യുന്നതിന് മുൻപ് മുടി ചീവരുത്. അതായത് നമുക്ക് ചീർപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റാംഗ്ലിംഗ് ചെയ്യുന്നത് കുറവാക്കുക. കാരണം നമ്മൾ ചീർപ്പ് യൂസ് ചെയ്തിട്ട് ഡീറ്റാംഗ്ലിംഗ് ചെയ്യാൻ നോക്കുമ്പോൾ മുടി അധികം പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ഹെയർ വൃത്തിയാക്കി എടുക്കുക. ടാങ്കിളൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുത്തതിന് ശേഷം മാത്രം ചീർപ്പ് യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് ചീവി കൊടുക്കുക. നമ്മൾ പല്ല് അകലുള്ള ചീർപ്പ് യൂസ് ചെയ്തിട്ട് വേണം ആദ്യം ചീവി കൊടുക്കാനായിട്ട്. അതിന് ശേഷം ടാങ്കിളൊക്കെ മാറി നല്ല നീറ്റായി എന്ന് തോന്നിയതിന് ശേഷം മാത്രമേ നോർമൽ ചീർപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ.